കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന ഒരു കൂട്ടം ഓപ്പറേറ്റർമാരെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് രൂപമെടുത്ത കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എണ്ണപ്പെട്ട സംഘടനയായി മാറിയെന്ന് COA സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ രാജ്മോഹൻ മാമ്പ്ര. ഈ വളർച്ചയിൽ ഓരോ ഓപ്പറേറ്റർമാരുടെയും പങ്ക് ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. COA പാനൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ മാമ്പ്ര. ഈ കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന തുരുത്തുകളായിട്ട് കിടന്നിരുന്ന ഒരു പറ്റം ഓപ്പറേറ്റർമാരെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് ഈ കേരളത്തിലെ 30 ലക്ഷത്തോളം വീടുകളിലേക്ക് മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ബിസിനസ് വളർത്തിയെടുത്ത് ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട വിരലെണ്ണാവുന്ന കമ്പനികൾ പോലെ 1000 കോടിയിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ 4000 ഓപ്പറേറ്റർമാരുടെ പങ്ക് ചെറുതല്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ജനാധിപത്യ പാതയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് പല സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും എത്തിപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിലെത്താൻ COAയ്ക്ക് സാധിച്ചത്. COA എന്ന പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ പകർന്നു തന്ന ദിശാബോധവും കൃത്യമായിട്ടുള്ള പദ്ധതികളും മാത്രമാണ് സംഘടനയുടെ വളർച്ചയ്ക്ക് നിദാനമെന്നും രാജ്മോഹൻ മാമ്പ്ര കൂട്ടിച്ചേർത്തു. നമ്മളൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ അവകാശങ്ങളും നമുക്ക് ഈ സംഘടന നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ജനാധിപത്യ പാതയിലൂടെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മറ്റ് പല പ്രസ്ഥാനത്തിനും കഴിയാത്ത ഉയരങ്ങളിൽ നമുക്ക് എത്താൻ സാധിച്ചത്. ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സംഘടന ആവാനുള്ള കാരണം നമുക്കറിയാം. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ദിശാബോധവും കൃത്യമായിട്ടുള്ള പദ്ധതികളുമാണ്. അത് ഓരോന്നോരോന്നായി വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അച്ചടക്കത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വളർച്ചയ്ക്ക് നിദാനം. മാഹി റിറ്റ്സ് അവന്യൂവിലെ പ്രത്യേകം തയ്യാറാക്കിയ പ്രശാന്ത് നഗറിൽ വെച്ചാണ് COA പാനൂർ മേഖലാ സമ്മേളനം നടന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.